morning, church. ദൈവസഭയ്ക്ക് പ്രഭാതവന്ദനം. God has given us one more Sunday. Hallelujah. ദൈവം നമുക്കൊരു ഞായറാഴ്ച കൂടെ തന്നിരിക്കുന്നു. To come before His presence. ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുവാൻ. Hallelujah. Hallelujah. Can you look to the person next to you and say, we serve an awesome God? അടുത്തിരിക്കുന്ന ആളോട് പറയാമോ, നാം മഹോന്നതനായ ദൈവത്തെ സൃഷ്ടിച്ചിരിക്കുന്നു. An awesome God came down from heaven. ദൈവം ഇത്ര വലിയ ദൈവമാകുന്നു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. He humbled Himself. ദൈവം തന്നെത്താൻ താഴ്ത്തി. Became like one of us. നമ്മെ പോലെ ഒരുവനായി. Lived among us. നമ്മുടെ കൂടെ ജീവിച്ചു. Died and rose again for each one of us. ക്രൂശിൽ മരിച്ച നാം ഓരോരുത്തർക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. And the Bible says He is seated with the God the Father. തിരുവചനം പറയുന്നത് പിതാവാം ദൈവത്തോടൊപ്പം ഇന്ന് ആയിരിക്കുന്നു എന്നുള്ളത്. He said it is finished on the cross. ക്രൂശിൽ എല്ലാം നിവൃത്തിയായിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. Hallelujah. Hallelujah. But our work is not finished. എന്നാൽ നമ്മുടെ പ്രവൃത്തിയോ കഴിഞ്ഞിട്ടില്ല. Hallelujah. Let's bow down our heads in prayer. നമുക്ക് നമ്മുടെ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. Father, we thank you for the Holy Spirit that you sent in our midst. പിതാവേ, ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ മധ്യയുള്ള പരിശുദ്ധാത്മാവിനായി നന്ദി. The Holy Spirit, Lord, is the leader of this church. പരിശുദ്ധാത്മാവാകുന്നു ഈ സഭയുടെ നേതാവ്. He is the senior pastor. പരിശുദ്ധാത്മാവാകുന്നു സീനിയർ പാസ്റ്റർ. Thank you, Holy Spirit. നന്ദി പരിശുദ്ധാത്മാ. We welcome you. ഞങ്ങൾ അങ്ങേ സ്വാഗതം ചെയ്യുന്നു. Unless you minister, Lord, in this place, we are all speaking in vain. ഇന്ന് അങ്ങ് ഞങ്ങളുടെ മധ്യേ ശുശ്രൂഷിച്ചില്ല എങ്കിൽ ഞങ്ങൾ വെറുതെ സംസാരിക്കുന്നത് പോലെ ആയിപ്പോകും. And you would come and do your mighty works in this place. അങ്ങ് വന്ന് ഞങ്ങളുടെ മധ്യേ ശക്തമായി ശുശ്രൂഷിക്കണമേ. You would heal the sick. ഇന്ന് രോഗത്തിലായിരിക്കുന്നവരെ അങ്ങ് സൗഖ്യപ്പെടുത്തും. Cast out demons. ഭൂതങ്ങളെ പുറത്താക്കും. Comfort. ആശ്വസിപ്പിക്കും. In Jesus' mighty name we pray. യേശുവിന്റെ ബലമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. I want to start today with the story of a man who went through a worst situation imaginable. നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാത്തതായിട്ടുള്ള വളരെ ദുർഘടമായിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയുടെ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് ആരംഭിക്കുകയാണ്. His name is Viktor Frankl. വിക്ടർ ഫ്രാങ്കിൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. He is a world renowned neurologist. അപ്പോൾ അദ്ദേഹമാണെങ്കിൽ ലോക പ്രശസ്തനായിരിക്കുന്ന ഒരു ന്യൂറോളജിസ്റ്റ് ആണ്. But before that he was a Holocaust survivor. എന്നാൽ അതിനു മുമ്പാകെ ഇപ്രകാരം ഒരു ഹോളോകോസ്റ്റ്, അതായത് ചിതറിപ്പാർക്കുന്നതായിട്ടുള്ള യഹൂദരുടേതായിട്ടുള്ള ചിതറിപ്പാർക്കുന്ന അനുഭവത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ്. He was under the rule of Nazi Germany. നാസി ജർമ്മൻ ഭരണകൂടത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. He endured unimaginable suffering and loss. താൻ വളരെ പ്രയാസകരമായിട്ടുള്ള സാഹചര്യത്തിലുള്ള ചിന്തിക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളെല്ലാം താൻ തരണം ചെയ്തു. Having survived that, he later on in his life he famously wrote these things. അതിനുശേഷം അതെല്ലാം സാഹചര്യങ്ങളെല്ലാം തരണം ചെയ്തതിനു ശേഷം തന്റെ ജീവിതത്തിൽ താൻ ഇങ്ങനെ എഴുതുകയുണ്ടായി. Everything can be taken from a man, but one thing. എല്ലാം ഒരു മനുഷ്യനിൽ നിന്ന് എടുത്തു മാറ്റുന്നതിന് കുഴപ്പമില്ല, എന്നാൽ ഇത് മാത്രം എടുക്കരുത്. He says that is the last of human freedoms. അത് ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും അവസാനത്തെ ഒരു കാര്യമാണ്. He says that it is to choose one's attitude. അത് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മനോഭാവത്തെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. I believe that all of you have that, the ability to choose your attitude in any circumstance. ഞാൻ നിങ്ങളോടെല്ലാം ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു സ്വാതന്ത്ര്യമുണ്ട്. Viktor Frankl was not talking about being happy all the time. വിക്ടർ ഫ്രാങ്കിൾ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ സമയത്തും സന്തോഷത്തോടെ ഇരിക്കുന്നതിനെ കുറിച്ചല്ല. He was talking about joy. എന്നാൽ ആനന്ദത്തെ കുറിച്ചാണ്. A deep enduring state of the heart. അപ്രകാരം ഹൃദയത്തിന്റെ വളരെ ആഴത്തിൽ ഉറച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ തരണം ചെയ്യുന്നതായിട്ടുള്ള സഹിക്കുന്നതായിട്ടുള്ള ഒരു മനോഭാവം. That remains constant regardless of our circumstances. അത് നമ്മുടെ സാഹചര്യങ്ങൾ എങ്ങനെ തന്നെയാണെങ്കിലും അത് സ്ഥായിയായി അല്ലെങ്കിൽ സ്ഥിരമായി നിൽക്കുന്നു. That is why Apostle Paul, while he was in chains, said, "Rejoice, I say to you again, rejoice." അതുകൊണ്ടാകുന്നു അപ്പോസ്തലനായ പൗലോസ് താൻ ചങ്ങലയിലായിരിക്കുമ്പോൾ തന്നെ പറയുന്നത്, ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ സന്തോഷിക്കുക അല്ലെങ്കിൽ ആനന്ദിക്കുക. Joy is a choice we make. സന്തോഷം അല്ലെങ്കിൽ ആനന്ദം എന്ന് പറയുന്നത് നമ്മുടെ ഒരു തിരഞ്ഞെടുപ്പാണ്. It is a gift we can receive. അത് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ദാനവുമാണ്. And it is also a fruit that we develop. അത് നാം വളർത്തുന്നതായിട്ടുള്ള ഒരു ഫലവുമാണ്. And it is also a river that flows through us. എന്നാൽ നമ്മുടെ അകത്തുകൂടെ ഒഴുകുന്ന ഒരു നദിയുമാണ്. Today we are going to talk about how we can access the river of joy. ഇന്ന് അപ്രകാരം ആനന്ദത്തിന്റെ നദി നമുക്ക് എങ്ങനെ സ്വീകരിക്കാം അല്ലെങ്കിൽ അത് ലഭ്യമാക്കാം എന്നുള്ളതിനെ കുറിച്ച് നാം പഠിക്കുകയാണ്. Even when life is hard. നമ്മുടെ ജീവിതവും വളരെ പ്രയാസമുള്ളതാണ് പലപ്പോഴും. What is the difference between happiness and joy? എന്താണ് സന്തോഷവും ആനന്ദവും തമ്മിലുള്ള വ്യത്യാസം? See, happiness comes basically from three things.
മൂന്ന് കാര്യത്തിൽ നിന്നാണ് സന്തോഷം വരുന്നത്. It comes from pleasure ഒന്ന് അപ്രകാരമുള്ള സുഖത്തിൽ നിന്ന്, and ease of doing things, കാര്യങ്ങൾ സൗകര്യമായി ചെയ്യുവാൻ കഴിയുന്നതിൽ നിന്ന്, and also the lack of problems. അതോടൊപ്പം തന്നെ പ്രശ്നങ്ങളുടെ അഭാവം. But meaning of life usually has sacrifice, responsibility, and struggle. അപ്പോൾ ഒരു ജീവിതത്തിന്റെ അർത്ഥം വരണമെങ്കിൽ അവിടെ ത്യാഗമുണ്ട്, ഉത്തരവാദിത്തമുണ്ട്, and struggle. അതോടൊപ്പം തന്നെ ചില പ്രതിസന്ധികളുമുണ്ട്. Raising children is joy, but sometimes it's a struggle. കുഞ്ഞുങ്ങളെ വളർത്തുക എന്ന് പറയുന്നത് സന്തോഷമാണ്, എന്നാൽ അവിടെ ചില പ്രയാസങ്ങളുമുണ്ട്. When they disobey you, it's a struggle. അവർ അനുസരണം അല്ലെങ്കിൽ അനുസരണക്കേട് കാണിക്കുമ്പോൾ അവിടെ പ്രയാസങ്ങളുണ്ട്. But in the night when they sleep, they look like saints, and it is such a joy to see that. എന്നാൽ അവർ രാത്രി ഉറങ്ങുമ്പോൾ വിശുദ്ധരെ പോലെയാണ് അവരെ കാണുമ്പോൾ. So when we are in the meaning of life, which is usually sacrifice, responsibility, and struggle, we also find joy. അവിടെ ജീവിതത്തിന്റെ അർത്ഥം നാം കണ്ടെത്തുന്നത് അപ്രകാരം ത്യാഗത്തിലും ഉത്തരവാദിത്വത്തിലും അതോടൊപ്പം തന്നെ പ്രയാസങ്ങളിലൂടെ ആണെങ്കിലും ശരി നമുക്ക് അവിടെ ആനന്ദം കണ്ടെത്താൻ കഴിയുന്നു. Research says that people who led meaningful lives they have experienced that they may have stress and difficulty, but they ultimately find the greater purpose and long-term fulfillment. ഗവേഷണത്തിൻ്റെതായുള്ള പഠനങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് വ്യക്തികൾ ഒരുപക്ഷെ പ്രയാസങ്ങളിലൂടെയും അല്ലെങ്കിൽ ത്യാഗങ്ങളിലൂടെയും എല്ലാം പോയിട്ടുണ്ടെങ്കിലും അവർക്ക് നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള സന്തോഷം വന്നിരിക്കുന്നു, അല്ലെങ്കിൽ അർത്ഥവും ആ ഒരു സംതൃപ്തിയും വന്നിരിക്കുന്നു എന്നെല്ലാം പഠനങ്ങൾ കാണിക്കുകയാണ്. In today's culture, it is very important to define what is joy. ഇന്നത്തെ സംസ്കാരത്തിൽ സന്തോഷം എന്തെന്ന് നാം നിർവചിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. Joy is the state of the heart. സന്തോഷം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ഒരു അവസ്ഥയാണ്. To look at that, which you saw a little boy running, is a joy. He has joy in his heart. അപ്പോൾ അങ്ങനെ നമുക്ക് ചുറ്റും നോക്കിയാൽ തന്നെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഹൃദയത്തിൽ സന്തോഷമുണ്ടോ എന്നുള്ളത്. Joy gets its roots from God's presence. ഈ ആനന്ദം എന്ന് പറയുന്നത് അതിന്റെ വേര് ദൈവ സാന്നിധ്യത്തിൽ നിന്നാണ് വരുന്നത്. And it can remain steady despite of changing circumstances. എത്രമാത്രം സാഹചര്യങ്ങൾ മാറിയാലും ശരി അതിന് സ്ഥായിയായി അല്ലെങ്കിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയും. Don't lose your joy. Tell the person next to you. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ, സന്തോഷം നഷ്ടമാക്കരുത് പറഞ്ഞാട്ടെ. Joy is not happiness. അപ്പോൾ ആനന്ദം എന്ന് പറയുന്നത് സന്തോഷമല്ല. Happiness depends on what happens around you. സന്തോഷം എന്ന് പറയുന്നത് ചുറ്റുമുള്ള കാര്യങ്ങളെ ആസ്പദമാക്കിയുള്ള ഒരു അനുഭവമാണ്. When you buy a new car, you are happy. നിങ്ങൾ ഒരു പുതിയ കാർ മേടിച്ചു, വളരെ സന്തോഷം. Women, you go to a salon and do your hair, you are happy. സ്ത്രീകളാണെങ്കിൽ ഒരു സലൂണിൽ പോയി മുടിയിൽ ചില ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ സന്തോഷം. Joy depends on who lives inside you. സന്തോഷം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആനന്ദം എന്ന് പറയുന്നത് ആര് നിങ്ങളുടെ അകത്ത് വസിക്കുന്നു അതിനെ ആസ്പദമാക്കി. Joy is deeper. ആനന്ദം ആഴത്തിലുള്ളതാണ്. It is spirit given. അത് ആത്മാവിനാൽ നൽകപ്പെടുന്നതാണ്. Can you tell that person next to you, it is spirit given? അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ, അത് ആത്മാവിനാൽ ലഭിക്കുന്നതാണെന്ന് പറഞ്ഞാട്ടെ. In Psalm 46 verse 4, സങ്കീർത്തനം 46ന്റെ 4ാമത്തെ വാക്യം പറയുന്നത്, the Bible says that there is a river whose stream shall make glad the city of God, the holy place of the tabernacle of the Most High. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. Yesterday in the burning altar, we experienced this river of joy. ഇന്നലെ in the Seekers Face. സീക്കസ് ഫേസിൽ നാം ഇപ്രകാരം ഈ ദൈവത്തിന്റെ നദി അല്ലെങ്കിൽ ആനന്ദത്തിന്റെ നദി നാം അനുഭവിക്കുകയുണ്ടായി. God's joy, this river is a life-giving, renewing, and a sustaining joyful river. ഈ ഒരു നദി എന്ന് പറയുന്നത്, ആനന്ദത്തിന്റെ നദി എന്ന് പറയുന്നത്, അത് ജീവൻ വ്യാപരിപ്പിക്കുന്ന നിലനിൽക്കുന്നതായിട്ടുള്ള ആനന്ദം നൽകുന്ന നദിയാണ്. If you read the entire book of Psalm 46, it is full of earthquakes and chaos. അപ്പോൾ സങ്കീർത്തനം 46 നിങ്ങൾ മുഴുവനായിട്ട് വായിച്ചാൽ അവിടെ ഭൂമികുലുക്കവും പ്രശ്നങ്ങളും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. But in the middle of that, the Bible says there is a river. എന്നാൽ അതിന്റെ എല്ലാം മധ്യ തിരുവചനം പറയുകയാണ് അവിടെ ഒരു നദിയുണ്ട്. Without a river, there is a famine, drought, and death in a land. അവിടെ ഒരു നദി ഇല്ല എങ്കിൽ അവിടെ പല സ്ഥലങ്ങളിലും കാണുന്നത് അവിടെ വരൾച്ചയുണ്ട്, അവിടെ ക്ഷാമമുണ്ട്, അങ്ങനെയുള്ള അനുഭവമാണ്. Say that there is a joy in the river. അവിടെ ആ നദിയിൽ ഒരു ആനന്ദമുണ്ടെന്ന് It is a river of joy. അത് ആനന്ദത്തിന്റെ നദിയാണ്. The Bible says there is a river whose streams make glad the city of God. തിരുവചനം പറയുന്നത് ഇങ്ങനെ ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ സന്തോഷിപ്പിക്കുന്നു. What is that city? You are that city.
എന്താണ് ആ നഗരം എന്ന് പറയുന്നത്? നിങ്ങളാകുന്നു. You are the abode of God on earth. നിങ്ങളാകുന്നു ഭൂമിയിലുള്ള ദൈവത്തിന്റെ നിവാസം. Hallelujah. Hallelujah. And to make you glad in the midst of all the turmoil, there is a river that God sends. എല്ലാ പ്രശ്നങ്ങളുടെ മധ്യയും നിങ്ങളെ സന്തോഷിപ്പിക്കുവാനായിട്ട് ദൈവം ഒഴുക്കുന്നതായിട്ടുള്ള ഒരു നദിയുണ്ട്. In Acts chapter 2, when the church was birthed, God sent this river. അപ്പോസ്തല പ്രവർത്തികളിൽ അവിടെ നാം കാണുന്നു, 2-ാം അധ്യായത്തിൽ അവിടെ ആദിമ സഭ അവിടെ സൃഷ്ടിക്കപ്പെടുമ്പോൾ ദൈവം ആ നദി അയക്കുകയാണ്. I want every eye closed. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. I believe that God is going to flow this river here in this place. ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ഥലത്ത് ദൈവം ആ നദി ഒഴുക്കുവാൻ പോകും. Hallelujah. Hallelujah. Let the river flow. ആ നദി ഒഴുകട്ടെ. Rikharabiante. Hallelujah. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാവുന്ന എല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. റിബാൻ യാൻ ധരടനം ധനബിയത്തെ ഖൂബൽ റബന റബന്ധരൻ ധരൻ ധനബി അബാബ ശഖറബാന്ധ റുബൽ നബാന്ധ റബന്ധിയാന റിബന്ധിയാന. Don't think about anything. Do not be distracted. Just close your eyes. Plugged into the Spirit. Hallelujah. The Holy Spirit river is flowing. Raikharabandhanaran dhanabiyante. Ribandal rabana kabanthariyante. Rabantha radaran thalaran bhaniyante. Rikhabantiyanan thalabana dhal robonda rabante. Ribantha kabantaniyante. Rabanan hiyanan dhanabiyate. We invite the Holy Spirit in this place. Move, Father. Hallelujah. Move, Lord. Move in this place. Rakarabantha. Rabantiana. Rede re shadarabanliante. Daddy, we say this is your place. This is your people. പിതാവേ, ഞങ്ങൾ പറയുന്നു ഇത് അങ്ങയുടെ സ്ഥലമാകുന്നു, അങ്ങയുടെ ജനമാകുന്നു. You move in this place, Father. അങ്ങ് ഇവിടെ ശക്തമായി ചലിക്കണമേ. Hallelujah. Hallelujah. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. In Revelation 22 verse 1, വെളിപ്പാട് പുസ്തകത്തിന്റെ 22-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം പറയുന്നത്, the Bible says, the angel showed me the river of the water of life, clear as crystal, flowing from the throne of God and the Lamb. വീഥിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. This river of joy is also called the river of the water of life. അപ്പോൾ ഈ ആനന്ദത്തിന്റെ നദിയെ വിളിക്കുന്നത് ജീവജല നദി എന്നും കൂടെ വിളിക്കുന്നു. You know what the joy that we foretaste now? നാം ഇപ്പോൾ രുചിക്കുന്നതായിട്ടുള്ള ആ ആനന്ദത്തിന്റെ നദി, it is a stream that flows from the eternal river of heaven. അത് സ്വർഗീയമായിട്ടുള്ള നിത്യ സിംഹാസനത്തിൽ നിന്ന് വരുന്നതായിട്ടുള്ള നദിയാകും. One day we will drink of that river, fully of that river, and perfect joy forever and ever and ever. ഒരു നാള് നാം ആ നദിയിൽ നിന്ന് കുടിച്ച നിത്യമായിട്ടുള്ള എന്നേക്കുമുള്ള സന്തോഷത്തിലായിരിക്കും. Every tear God will wipe away. എല്ലാ കണ്ണുനീരും കർത്താവ് തുടയ്ക്കും. Hallelujah. Hallelujah. Every suffering the Lord will take away. എല്ലാ പ്രയാസവും കർത്താവ് എടുത്തു മാറ്റും. Hallelujah. One day we will permanently drink from that. നാം ഒരു ദിവസം നിത്യമായി നിരന്തരമായി അതിൽ നിന്ന് കുടിച്ചുകൊണ്ടിരിക്കും. Hallelujah. Hallelujah. But you don't need to wait for that day. എന്നാൽ ആ ദിവസം വരെ നാം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. Right now the Lord is sending the, before we get the real stuff, when we go to a company, when they're sending a new product. അപ്പോൾ പലപ്പോഴും നാം ഒരു യഥാർത്ഥമായിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടുന്നതിന് മുമ്പാകെ ആ കമ്പനിയിൽ ചെല്ലുമ്പോൾ they give us samples. അവര് സാമ്പിൾസ് തരുമല്ലോ. You can experience that right now. അത് ഇപ്പോൾ തന്നെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. That comes through the Holy Spirit. എന്നാൽ അത് വരുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. Hallelujah. Without the Holy Spirit we cannot fulfill a Christian life. പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ നമുക്കൊരു ക്രിസ്തീയ ജീവിതം ശരിയായ രീതിയിൽ ജീവിപ്പാൻ കഴിയുകയില്ല. We cannot apply the word of God into our lives. തിരുവചനം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് പ്രായോഗികമായി അനുസരിക്കാൻ കഴിയുകയില്ല. We might desire to obey, നമുക്ക് അനുസരിക്കാൻ ആഗ്രഹമുണ്ടാകും. but the Holy Spirit is one that helps us to walk in the word of God. എന്നാൽ തിരുവചനത്തിൽ നടക്കുവാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. And for that you need a joy of the Holy Spirit. അതിനായിട്ട് പരിശുദ്ധാത്മാവിന്റെ ആനന്ദം നമുക്ക് ആവശ്യമാണ്. Joy is not a drop, it is a river, it is a flowing water. ഈ ആനന്ദം എന്ന് പറയുന്ന ഒരു തുള്ളിയല്ല, എന്നാൽ ഒഴുകുന്ന ഒരു നദിയാണ്. Hallelujah. Hallelujah. In Genesis 2 verse 8 to 14, ഉൽപ്പത്തി പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം നാം നോക്കുമ്പോൾ, 8 to 14, 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ, let's read it in Malayalam. നമുക്ക് അത് മലയാളത്തിൽ വായിക്കാം. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. കാൺമാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു.
തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. അത് അവിടെ നിന്ന് 4 ശാഖയായി പിരിഞ്ഞു. ഒന്നാമത്തതിന് പീശോൻ എന്നു പേർ. അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു. അവിടെ പൊന്നുണ്ട്. ആ ദേശത്തിലെ പൊന്ന് മേത്തരമാകുന്നു. അവിടെ ഗുൽഗുലുവും ഗോമേതകവുമുണ്ട്. രണ്ടാം നദിക്ക് ഗീഹോൻ എന്നു പേർ. അത് കൂഷ് ദേശമൊക്കെയും ചുറ്റുന്നു. മൂന്നാം നദിക്ക് ഹിദക്കൽ എന്നു പേർ. അത് അശ്ശൂരിന് കിഴക്കോട്ട് ഒഴുകുന്നു. നാലാം നദി ഫ്രാത്ത് ആകുന്നു. The name Eden means a place of great delight. അപ്പോൾ തോട്ടത്തിന് ഏദൻ തോട്ടം എന്നുള്ള ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് വലിയ സന്തോഷം എന്നാണ് അർത്ഥം. The place Eden was a place of supreme happiness. വലിയ പരിപൂർണമായിട്ടുള്ള സന്തോഷത്തിന്റെ അനുഭവമായിരുന്നു അത്. Beautiful, perfect bliss. അവിടെ എല്ലാ രീതിയിലും മനോഹരമായിട്ടുള്ള അനുഭവം, സന്തോഷം. And on top of that, it was the abode of God and man. അതിനേക്കാൾ ഉപരിയായിട്ട് പറയാനുള്ളത് ദൈവവും മനുഷ്യനും കൂടെ ഒന്നിച്ച് വസിച്ച സ്ഥലം. When God planted a garden in Eden, the Bible says a river watered the garden. അപ്പോൾ തിരുവചനം പറയുന്നത് ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അതിനെ നനപ്പാനായിട്ട് ഒരു നദി ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. And the river watered the garden, and from that garden came 4 rivers. അപ്പോൾ ആ നദി അങ്ങനെ ആ തോട്ടത്തെ നനയ്ക്കുകയും അതിൽ നിന്ന് 4 ആയി പിരിഞ്ഞു എന്ന് പറയുകയാണ്. The life of God flows outward to bless the whole earth. ദൈവത്തിൻ്റെതായിട്ടുള്ള ജീവൻ അകത്തു നിന്ന് ഈ ലോകത്തെ മുഴുവൻ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ഒഴുകുകയാണ്. What begins in Eden, in God's presence, it flows outward to the nations of the world. ദൈവം ഏദനിൽ നിന്ന് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് തുടങ്ങുന്നതായിട്ടുള്ളത് ഈ ലോകത്തിന്റെ അറ്റത്തോളം ഒഴുകുവാൻ തക്കവണ്ണം പദ്ധതിയിട്ടിരിക്കുന്നു. The river watered the garden, and it became 4 rivers. It carried treasure. The Bible says it was gold, onyx, and bdellium. അപ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് അവിടെ ആരംഭിച്ചതായിട്ടുള്ള ആ നദി 4 ശാഖയായി പിരിയുകയും അവിടെ പൊന്നുണ്ട്, ഗുൽഗുലുണ്ട്, ഗോമേതകമുണ്ട് ഇതൊക്കെ പറയുകയാണ്. The life that flows out from God is like a river. It is not like one drop. ദൈവത്തിൽ നിന്ന് ആരംഭിക്കുന്നതായിട്ടുള്ള ആ ജീവൻ എന്ന് പറയുന്നത് അതൊരു തുള്ളിയല്ല, അത് ഒരു നദിയാണ്. It is not a ration that you get. അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള റേഷൻ അല്ല. Many years ago, when I was in the Middle East and there was a war broke out, they used to give rations. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഞാൻ ഒരു സമയത്ത് ഉണ്ടായിരുന്നപ്പോൾ അവിടെ യുദ്ധത്തിന്റെ സമയത്ത് റേഷൻ നൽകുമായിരുന്നു. The bread was the ration. അവിടെ നൽകിയത് ബ്രെഡ് ആണ് റേഷൻ ആയിട്ട്. God does not have a ration shop. ദൈവത്തിന് റേഷൻ ഷോപ്പ് അല്ല ഉള്ളത്. We have, when God sends, He sends the river. There is a ever-flowing joy that God wants your life. ദൈവം നൽകുമ്പോൾ ദൈവം നിത്യമായി ഒഴുകുന്നതായിട്ടുള്ള നദിയുടെ അനുഭവമാണ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്. Not a happiness when you buy a car. അത് ഒരു കാർ മേടിക്കുമ്പോൾ ലഭിക്കുന്നതായിട്ടുള്ള സന്തോഷം മാത്രമല്ല. Not a happiness when you get a promotion. നിങ്ങൾക്ക് ഒരു സ്ഥാനക്കയറ്റം ലഭിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം മാത്രമല്ല. Every day God wants you to experience the joy of the Holy Spirit. എന്നാൽ ദൈവത്തിന്റെ ആഗ്രഹം നാം അനുദിനം പരിശുദ്ധാത്മാവിന്റെ സന്തോഷം അനുഭവിക്കണമെന്നാണ്. One of the signs that we are in the river of God, that there is joy. ദൈവത്തിൻ്റെതായുള്ള നദിയിൽ നാം ആയിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു പ്രധാന അടയാളം എന്ന് പറയുന്നത് നമ്മുടെ അകത്തുള്ള സന്തോഷമാണ്. Despite of the circumstances around you, നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും there is joy. അവിടെ വലിയ സന്തോഷമുണ്ട്. When people lose joy, വ്യക്തികൾക്ക് ആ ആനന്ദം നഷ്ടമാകുമ്പോൾ, and then they lose hope, അതിനുശേഷം അവർക്ക് പ്രത്യാശ നഷ്ടമാകുമ്പോൾ, that is when the enemy will try to plant the thoughts of suicide. ആ സമയത്താണ് പലപ്പോഴും ആത്മഹത്യക്കായിട്ടുള്ള ചിന്തകൾ പിശാച് ഇടാൻ തുടങ്ങുന്നത്. Don't lose joy. ഒരിക്കലും നിങ്ങളുടെ ആനന്ദത്തെ നഷ്ടമാക്കരുത്. Hallelujah. 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 Don't lose the joy. ഒരിക്കലും ഈ ആനന്ദത്തെ നഷ്ടമാക്കരുത്. I want to say pain is real. ഞാൻ നിങ്ങളോട് പറയട്ടെ, വേദന വളരെ യാഥാർത്ഥ്യമാണ്. But joy is also real. എന്നാൽ ഈ ആനന്ദവും എത്രയോ വളരെ വലിയ യാഥാർത്ഥ്യമാണ്. 2 Corinthians chapter 6 verse 4 to 10. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ, I want to talk about the paradox of Christian life. ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ പരസ്പര വിരുദ്ധമായിട്ടുള്ള ചില ഘടകങ്ങളെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. Verse 4 to 10. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഞങ്ങളെ തന്നെയല്ല, ക്രിസ്തു യേശുവിനെ കർത്താവ് എന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ I'm really sorry. 2 Corinthians 6 verse 4 to 10. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ
4 to 10. 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നത് ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കിളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചിട്ടും ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. Hallelujah. 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 I think everything is there in that list. ആ പട്ടികയിൽ എല്ലാം ഉണ്ട്. Paul has not missed out anything. പൗലോസ് അപ്പോസ്തലൻ ഒന്നിനെ മാറ്റി വെച്ചിട്ടില്ല. എല്ലാം കിട്ടിയവനാ പൗലോസ്. He has received everything. And he's saying that by as sorrowful yet always rejoicing. എത്രമാത്രം ദുഃഖിതരെങ്കിലും സന്തോഷിക്കുന്നവർ. There is a paradox of Christian life. ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെതായിട്ടുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. It is like it is actually not പരസ്പര വിരുദ്ധം. It looks like it is. അത് അങ്ങനെ യഥാർത്ഥത്തിൽ അല്ല, എന്നാൽ അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതി. There is a great paradox. There is a paradox of pain and joy. ഈ സന്തോഷത്തിന്റെയും അതോടൊപ്പം തന്നെ വേദനയുടേതുമായിട്ടുള്ള പരസ്പര വിരുദ്ധമായി തോന്നിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. We think that pain and joy are mutually exclusive. നാം ചിന്തിക്കുന്നത് ഒന്നെങ്കിൽ ഒരു സമയത്ത് ഒന്നെങ്കിൽ വേദനയോ അല്ലെങ്കിൽ സന്തോഷമോ മാത്രമേ ഉണ്ടാകാവൂ. But the paradox is pain and joy can coexist. എന്നാൽ ആ പരസ്പര വിരുദ്ധമായി തോന്നിപ്പിക്കുന്ന ചിന്ത ഇതാണ്, അല്ലെങ്കിൽ സത്യം ഇതാണ്, അതായത് വേദനയ്ക്കും സന്തോഷത്തിനും ഒരു സമയത്ത് തന്നെ ഉണ്ടാകുവാൻ കഴിയും. Because Paul is saying that I'm sorrowful because of these things yet full of joy. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് വിഷമമുണ്ട്, ദുഃഖമുണ്ട്, എന്നാൽ അതിന്റെ മധ്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. Because he's saying by purity, by knowledge, by long suffering, by kindness, by the Holy Spirit. He's saying that is why I'm having joy. അദ്ദേഹം പറയുകയാണ്, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, ഈ കാര്യങ്ങളെല്ലാം കാരണം ഞാൻ സന്തോഷിക്കുന്നു. You see from verse 6 onwards it is by choice. നിങ്ങൾ കാണുന്നുണ്ടോ, 6-ാമത്തെ വാക്യം തൊട്ട് അത് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പാണ്. And from verse 4 and 5 it is the circumstances around it. 4-ാമത്തെയും 5-ാമത്തെയും വാക്യം എന്ന് പറയുന്നത് തന്റെ ചുറ്റുമുള്ള സാഹചര്യങ്ങളാണ്. He is not going and telling everybody beat me, persecute me. അദ്ദേഹം ഒരിക്കലും ചുറ്റും നടന്ന് പറയുന്നില്ല, എന്നെ ഒന്ന് അടിക്കുക, എന്നെ ഒന്ന് ഉപദ്രവിക്കുക ഒന്നും പറയുന്നില്ല. But the circumstances is that he is persecuted and he is beaten. എന്നാൽ അതാകുന്നു തന്റെ സാഹചര്യം. And he is put in prison. തന്നെ തടവിലാക്കിയിരിക്കുന്നു. He did not tell the judge, please put me into prison, I am hungry, I can get free parota and chapati. No, he's not telling that. അദ്ദേഹം ന്യായാധിപനോട് പറയുന്നില്ല, അതായത് എന്നെ ഒന്ന് തടവിലാക്ക്, എനിക്ക് ഫ്രീ ആയിട്ട് ഇതെല്ലാം കഴിക്കാമെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. But he is choosing a choice from verse 6 onwards. എന്നാൽ 6-ാമത്തെ വാക്യം തൊട്ട് താൻ തിരഞ്ഞെടുക്കുകയാണ്. And that is why there is a great paradox. The paradox is pain and joy coexist. അപ്പോൾ ഇങ്ങനെ പരസ്പര വിരുദ്ധമായിട്ട് തോന്നിപ്പിക്കുന്ന ഒരു വലിയൊരു സത്യമാണ്, അതായത് ഈ വേദനയും അപ്രകാരം സന്തോഷവും അതിന് ഒന്നിച്ച് നിൽക്കുവാൻ കഴിയും. In Acts 16, we don't need to go there. Paul and Silas, they are in prison, but in the midnight they begin to sing and praise God. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ നാം കാണുന്നത് പൗലോസും ശീലാസും അവർ കാരാഗൃഹത്തിലാണ്, എന്നാൽ അതിന്റെ മധ്യേ അവർ ആരാധിക്കുവാൻ തുടങ്ങുന്നു. They were beaten. അവർക്ക് അടികിട്ടി. In Acts 3, when the disciples were put in prison, they went home and said, they went to the other disciples and said, we find it worthy. The Lord has found us worthy to be beaten and persecuted. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൽ അവർക്ക് അടി ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരെ തടവിലാക്കുമ്പോൾ, അല്ലെങ്കിൽ ചങ്ങലയിലായിരിക്കുമ്പോൾ, അതിനുശേഷം ശിഷ്യന്മാരോട് പറയുകയാണ്, ഞങ്ങൾ ഇത് കർത്താവിന് വേണ്ടി സഹിക്കുവാൻ യോഗ്യരെന്നെണ്ണുന്നു. In the midst of the suffering, God sends the joy. അപ്പോൾ ഈ സഹനത്തിന്റെ പ്രയാസത്തിന്റെ മധ്യേ ദൈവം തന്റെ സന്തോഷത്തെ അയക്കുകയാണ്. Let's look into Hebrews 12 verse 1 and 2. എബ്രായ ലേഖനത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നമുക്ക് നോക്കാം. So this is the crux of the message. ഇതാകുന്നു ഈ ദൂതന്റേതായിട്ടുള്ള പ്രധാന ഭാഗം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായിട്ടുള്ള യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു.
In verse 2, it says, Jesus set joy before him, endured the cross, despising the shame, sat down on the right hand of the Father. രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, യേശുക്രിസ്തു തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം ലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും. We all know what Jesus said. If any man wants to follow me, he must deny himself, take up his cross and follow me daily. നമുക്കറിയാം യേശുക്രിസ്തു എന്ത് പറഞ്ഞു എന്നുള്ളത്. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുദിനം അനുഗമിക്കുക എന്നുള്ളത്. But how can we take the cross? എന്നാൽ എങ്ങനെ ആ ക്രൂശ് എടുക്കുവാൻ കഴിയും? Because it is humanly not possible. കാരണം മാനുഷികമായി അത് അസാധ്യമാണ്. Hallelujah. Hallelujah. We see in Gethsemane, the Lord sent, God the Father sending an angel and strengthening Jesus. ഗെത്സമനയിൽ നാം കാണുന്നു ദൈവം ഒരു ദൂതനെ അയച്ച് യേശുക്രിസ്തുവിനെ ബലപ്പെടുത്തുകയാണ്. Here it says that Jesus set joy before him. ഇവിടെ തിരുവചനം പറയുന്നത് യേശു തന്റെ മുമ്പാകെ ഉള്ള ആ സന്തോഷത്തെ ഓർത്തുകൊണ്ട്. We cannot take up the cross unless we set up the joy before us. നമുക്ക് മുൻപാകെ ആ സന്തോഷത്തെ വെച്ചില്ല എങ്കിൽ നമുക്ക് ക്രൂശ് എടുക്കുവാൻ കഴിയുകയില്ല. Cross is suffering and pain. ക്രൂശ് എന്ന് പറയുന്നത് സഹനവും വേദനയും തന്നെയാണ്. Cross can be endured only through joy. ക്രൂശ് എന്ന് പറയുന്നത് നമുക്ക് സഹിക്കുവാൻ കഴിയുന്നത് സന്തോഷത്തിലൂടെ മാത്രമാകും. That's the paradox. അതാകുന്നു ഈ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യം. Pain and joy can coexist. വേദനയ്ക്കും സന്തോഷത്തിനും ഒന്നിച്ചായിരിക്കാൻ കഴിയും. We have to embrace the reality of suffering plus the reality of joy. നമുക്ക് ആ സഹനത്തിന്റെ യാഥാർത്ഥ്യവും അതോടൊപ്പം തന്നെ സന്തോഷത്തിന്റെ യാഥാർത്ഥ്യവും നാം ഒന്നിച്ച് സ്വീകരിക്കേണ്ടി വരുന്നു. You know, women when they go through labor, നിങ്ങൾക്കറിയാമല്ലോ, സ്ത്രീകൾ അവർ പ്രസവത്തിന്റെ സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ, before, during the time of labor, they are all in deep pain. അതിന് മുമ്പാകെയുള്ള സമയത്ത് വലിയ വേദനയിലൂടെ കടന്നു പോകുന്നു. I have not gone through it. I don't know if anybody who's gone smiling for the labor. ഞാൻ ആ അനുഭവത്തിൽ പോയിട്ടില്ല. എന്നാൽ ആരെങ്കിലും അങ്ങനെ ചിരിച്ചോണ്ട് അങ്ങനെ പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയുക. But there is a suffering plus the expectation that the baby is coming. അവിടെ വേദനയുണ്ട്, അല്ലെങ്കിൽ പ്രയാസമുണ്ട്, അതോടൊപ്പം തന്നെ കുഞ്ഞ് വരുന്നു എന്നുള്ള വലിയ പ്രതീക്ഷയുമുണ്ട്. But when the baby is born, the mother forgets all the pain that she went through. എന്നാൽ കുഞ്ഞ് വരുമ്പോൾ താൻ കടന്നുപോയ എല്ലാ വേദനയെക്കുറിച്ച് ആ മാതാവ് മറന്നു പോകും. Everything in this world is a paradox. ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും അത് ഇപ്രകാരം പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. A Christian life is a paradox. ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ പരസ്പര വിരുദ്ധമായി തോന്നിപ്പിക്കാവുന്നതാണ്. There is a paradox. അവിടെ ഒരു പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യമുണ്ട്. Bible says we have to give to receive. നാം ലഭിക്കാൻ തക്കവണ്ണം കൊടുക്കണമെന്ന് തിരുവചനം പറയും. If you go to the street, they'll say that we are mad. ഇത് നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മൾ തെരുവുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾക്ക് വട്ടാണെന്ന്. Why? Because it is a contradiction to the world standards. കാരണം ലോകപരമായിട്ടുള്ള ചിന്തയ്ക്ക് അത് എതിരെ നിൽക്കുന്ന ഒരു ചിന്തയാണിത്. Hallelujah. Hallelujah. Another paradox. മറ്റൊരു പരസ്പര വിരുദ്ധമായ He who exalts himself will be humbled. He who humbles will be exalted. തന്നെത്താൻ ഉയർത്തപ്പെടുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തപ്പെടുന്നവൻ ഉയർത്തപ്പെടും. That is not a world culture. That's a kingdom culture. അത് ലോകത്തിന്റെ സംസ്കാരമല്ല, അത് ദൈവരാജ്യത്തിന്റെ സംസ്കാരമാണ്. Hallelujah. Hallelujah. So many of us, we are not able to experience the joy of the Lord because of the trauma of the past. നമ്മിൽ പലർക്കും ദൈവത്തിൻ്റെതായിട്ടുള്ള സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നില്ല ഭൂതകാലത്തിലെ അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തിലെ വേദന കാരണം. A Christian is not immune from the pain, but is infused with the joy that the pain cannot cancel, and that joy will bring the healing. അപ്പോൾ ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത് താൻ വേദന ലഭിക്കാതിരിക്കുവാൻ തക്കവണ്ണം സംരക്ഷിതനായിട്ടിരിക്കുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ സ്വർഗീയമായിട്ടുള്ള ആ സന്തോഷം തന്നെ അകത്തുള്ളത് കൊണ്ട് ആ വേദനയ്ക്ക് മേൽ അത് ഒരു സൗഖ്യം കൊണ്ടുവരുന്നു. I want to talk today about a paradox which the world has named. It is very similar to it is called the Stockdale paradox. അപ്പോൾ ഞാൻ ഇന്ന് ഇത് പറയാൻ ആഗ്രഹിക്കുന്ന പരസ്പര വിരുദ്ധമായി തോന്നിപ്പിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ലോകം അതിനെ വിളിക്കുന്നത് സ്റ്റോക്ക്ഡെയിൽ പാരഡോക്സ് എന്നാണ്. It is based on an experience of an admiral called James Stockdale. ജെയിംസ് സ്റ്റോക്ക്ഡെയിൽ എന്ന് പറയുന്ന ഒരു അഡ്മിറലിൻ്റെതായിട്ടുള്ള അനുഭവത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു കാര്യമാണിത്. He was a prisoner in the Vietnam War for over 7 years. 7 വർഷത്തോളം വിയറ്റ്നാം യുദ്ധത്തിൻ്റെതായിട്ടുള്ള ഒരു യുദ്ധ തടവുകാരനായിരുന്നു അദ്ദേഹം. And it describes the mindset that is required to survive and thrive in extreme adversity. വളരെ പ്രതിസന്ധിയുള്ള അല്ലെങ്കിൽ പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിൽ അതിനെ തരണം ചെയ്യാൻ ആവശ്യമുള്ള മനോഭാവം എന്തെന്ന് അദ്ദേഹം പറയുകയാണ്. He said you need to have two attitudes to go through extreme adversity. വളരെ നിർണായകമായിട്ടുള്ള പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിലൂടെ ജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മനോഭാവം വേണമെന്ന് അദ്ദേഹം പറയുകയാണ്. One, accept the brutal facts.
ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് മൃഗീയമായിട്ടുള്ള വസ്തുതകൾ നിങ്ങൾ അത് അംഗീകരിക്കുക. Acknowledge the harsh reality of your situation. നിങ്ങളുടെ സാഹചര്യത്തിന്റെ വളരെ പ്രതിസന്ധി നിറഞ്ഞതായിട്ടുള്ള യാഥാർത്ഥ്യം അത് മനസ്സിലാക്കുക അല്ലെങ്കിൽ അംഗീകരിക്കുക. Don't deny that. അതിനെ നിങ്ങൾ മാറ്റിവെക്കരുത്. Are you going through a tough situation? നിങ്ങൾ പ്രയാസമുള്ള സാഹചര്യത്തിലൂടെ ആണോ കടന്നു പോകുന്നത്? Accept that I am going through a tough situation. അതെ, ഞാൻ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നത് അംഗീകരിക്കുക. The second is never lose your faith. രണ്ടാമതായിട്ട് ഒരിക്കലും നിങ്ങളുടെ വിശ്വാസത്തെ നഷ്ടമാക്കരുത്. Despite the difficulty, you must have an unwavering belief that you will ultimately come out of it. എത്രമാത്രം ഒരു പ്രതിസന്ധി ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, ഞാൻ ഒരു ദിവസം ഇതിൽ നിന്ന് പുറത്ത് കടക്കും എന്നുള്ള വിശ്വാസം ഉണ്ടായിരിക്കും. He said there were three kind of prisoners in that place. അദ്ദേഹം പറയുകയാണ് അവിടെ 3 തരത്തിലുള്ള ജയിൽ പുള്ളികളുണ്ട്. One, they were blindly optimistic. ഒരു കൂട്ടം എന്ന് പറയുന്നത് അവർക്ക് യാതൊരു വസ്തുതകളും ഇല്ലെങ്കിലും അവർക്ക് ഭയങ്കര ശുഭാപ്തി വിശ്വാസമാണ്. They kept on saying by Christmas they will spare us. അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ക്രിസ്മസിന് അവർ നമ്മളെ വിടുവിക്കും. Or by next week somehow we will get some help. അല്ലെങ്കിൽ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടുത്ത ആഴ്ച നമ്മൾക്ക് എന്തെങ്കിലും ഒരു സഹായം ലഭിക്കും. Then there were other people who were like pessimists. എന്നാൽ മറ്റൊരു കൂട്ടമാണെങ്കിലോ അവർ എല്ലായ്പ്പോഴും ഇങ്ങനെ നിഷേധാത്മകമായി മാത്രം സംസാരിക്കും. They kept on focusing on the reality that they were facing. അവർ ഇത് മാത്രമാണ് ശ്രദ്ധിക്കുന്നത്, എത്രമാത്രം പ്രതിസന്ധി നിറഞ്ഞ യാഥാർത്ഥ്യമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. But the majority who survived they accepted both the realities. എന്നാൽ അതിൽ നിന്ന് ജയിച്ച ആൾക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ ഈ രണ്ടും വിശ്വസിച്ചവരാണ്. Accept the reality of suffering. ആ വേദനയുടേതായിട്ടുള്ള ആ സത്യം അല്ലെങ്കിൽ യാഥാർത്ഥ്യം അതിനെ നിങ്ങൾ അംഗീകരിക്കുക. If you are going through a tough situation, yes, it is a tough situation. നിങ്ങൾ ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ അത് ശരിയാണ്, അത് പ്രയാസമുള്ള ഒരു സാഹചര്യം തന്നെയാണ്. But there is also another reality, which is the reality of faith, the reality that there is God in the presence. എന്നാൽ അതിനേക്കാൾ വലിയ ഒരു മറ്റൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അത് വിശ്വാസമാണ്, അവിടെ ദൈവം എന്റെ കൂടെ ഉണ്ടെന്നുള്ള ആ വിശ്വാസം. Psalm 126 verse 5 to 6. സങ്കീർത്തനം 126ന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. 5 to 6. 5ഉം 6ഉം വാക്യങ്ങൾ. Those who sow in tears shall reap in joy. He who continually goes forth weeping, bearing seed for sowing, shall doubtless come again with rejoicing, bringing sheaves with him. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരുന്നു. Every tear that you have is a seed that is being sown. നിങ്ങളുടെ ഓരോ കണ്ണുനീരും എന്ന് പറയുന്നത് അത് വിതയ്ക്കപ്പെടുന്നതായിട്ടുള്ള ഒരു വിത്താകും. But what you're going to reap is sheaves, but that is going to be with rejoicing. എന്നാൽ നിങ്ങൾ ആർപ്പോടെ നിങ്ങൾ കൊയ്യുമെന്ന് പറയുകയാണ്. A mother who is in laboring, she's in tears, she's in pain, but the very next minute when there is a birth, there is a rejoicing. ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതായിട്ടുള്ള മാതാവ് താൻ പ്രയാസത്തിലൂടെ കരഞ്ഞുകൊണ്ടായിരിക്കുമ്പോഴെങ്കിലും അടുത്ത നിമിഷം തന്നെ വലിയ സന്തോഷത്തിലേക്ക് കടന്നു വരികയാണ്. I have formed a quote: choose joy before the storm, then you will carry joy through the storm. അപ്പോൾ ഇങ്ങനെ ഒരു കോട്ട് അല്ലെങ്കിൽ ഒരു വാചകം ഞാൻ ഇങ്ങനെ കാണുകയായിരുന്നു. അതായത് കൊടുങ്കാറ്റിന് മുമ്പ് നിങ്ങൾ സന്തോഷം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കൊടുങ്കാറ്റിലും നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. Don't wait for the storm and then choose joy. It won't be possible. Choose joy even when there is no storm. Then when the storm comes, you are ready for it. ഒരു കൊടുങ്കാറ്റ് വരാനായിട്ട് കാത്തിരിക്കരുത് സന്തോഷിക്കുവാനായിട്ട്. അതിനു മുമ്പേ തന്നെ നിങ്ങൾ സന്തോഷം തിരഞ്ഞെടുക്കുമ്പോൾ ആ കൊടുങ്കാറ്റ് വരുമ്പോൾ സന്തോഷത്തോടുകൂടി അതിലൂടെ കടന്നു പോകുവാൻ കഴിയും. Hallelujah. Hallelujah. I want every eye closed. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. I want you to submit that reality of the pain and receive the reality of the joy as well. നിങ്ങൾ ആ വേദനയുടേതായിട്ടുള്ള യാഥാർത്ഥ്യത്തെ നിങ്ങൾ ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് അതോടൊപ്പം തന്നെ സന്തോഷത്തിന്റെ യാഥാർത്ഥ്യത്തെ നിങ്ങൾ സ്വീകരിച്ചാണ്. And we're going to pray right now. We're going to believe that God is sending a river among us. നാം ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നു, നാം വിശ്വസിക്കാൻ പോവുകയാണ്, ദൈവം ഒരു നദി നമ്മുടെ മധ്യേ അയക്കുകയാണ്, ഒഴുക്കുകയാണ്. The river of joy. സന്തോഷത്തിൻ്റെതായിട്ടുള്ള നദി. Hallelujah. It is the river of the Holy Spirit. അത് പരിശുദ്ധാത്മ നദിയാണ്. Hallelujah. Hallelujah. The Bible says that the kingdom of God is about righteousness, peace and joy in the Holy Spirit. തിരുവചനം പറയുന്നത് ദൈവരാജ്യം എന്ന് പറയുന്നത് നീതിയും സന്തോഷവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാകുമെന്ന് പറയുകയാണ്. Hallelujah. 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 God is in our midst. ദൈവം നമ്മുടെ മധ്യയുണ്ട്. And when there is a storm, അവിടെ ഒരു കൊടുങ്കാറ്റുള്ളപ്പോൾ, when there is a pain, അവിടെ ഒരു വേദനയുള്ളപ്പോൾ God sends His Spirit. ദൈവം തന്റെ ആത്മാവിനെ അയക്കുന്നു.
Can we all rise up for a minute? Let's just sing along. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് പാടാം. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കനാഥ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കനാഥ. മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുകാ. മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുകാൻ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കനാഥ. നീന്തിയിട്ടല്ലാതെ നീരുറവ ഇന്ന് തുറക്കനാഥ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കനാഥ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കനാഥ. I believe the Lord is visiting or getting into the reality of our suffering. നമ്മുടെ വേദനയുടെ യാഥാർത്ഥ്യത്തിലേക്ക് കർത്താവ് ഇന്ന് കടന്നു വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. In the book of Exodus, പുറപ്പാട് പുസ്തകത്തിൽ when he spoke with Moses, മോശയോട് ദൈവം ഇടപെട്ടപ്പോൾ he says like this, I have come down and I have seen the suffering of my people. ദൈവം ഇങ്ങനെ പറഞ്ഞു, ഞാൻ വന്ന് എൻ്റെ ജനത്തിന്റെ പ്രയാസങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നു. You know, if you look into that, that is not because the Israelites called God my God. അത് ഇസ്രായേലിയർ ദൈവത്തെ എൻ്റെ ദൈവം, ഞങ്ങളുടെ ദൈവം എന്ന് വിളിച്ചത് കൊണ്ടല്ല. God saw it as my people. ദൈവം എൻ്റെ ജനമായിട്ട് അവരെ കണ്ടതുകൊണ്ട്. Hallelujah. ഹല്ലേലൂയ. God is seeing us as his children, his people. ദൈവം നമ്മളെ കാണുന്നത് ദൈവത്തിന്റെ മക്കളായിട്ടാണ്. That is why, hallelujah, and as a father, God does not sit back and see the show. He comes down. അതുകൊണ്ടാകുന്ന ദൈവം ഒരു പിതാവായിക്കൊണ്ട് ഈ ഒരു ഷോ കാണുന്നത് പോലെ കാണാതെ വന്ന് നമ്മുടെ സാഹചര്യത്തിലേക്ക് ഇറങ്ങി വരുന്നു. He's getting into our suffering. നമ്മുടെ വേദനയിലേക്ക് നമ്മുടെ പിതാവ് കടന്നു വരുന്നു. And when he is getting into it, he gives us joy. അങ്ങനെ ദൈവം കടന്നു വരുമ്പോൾ ദൈവം അവിടെ ഒരു സന്തോഷത്തിന് അനുഭവം തരുന്നു. I just want you to linger in the Holy Spirit, the presence of the Holy Spirit for a couple of minutes. അല്പസമയം നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് മുഴുകിയിരിക്കാം. Allow that healing to come into your heart. ആ സൗഖ്യം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുവാൻ അനുവദിച്ചാട്ടെ. Allow the Holy Spirit to do his work in us. നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന പ്രവൃത്തി ചെയ്യുവാൻ അനുവദിച്ചാട്ടെ. I believe the Lord is taking some yokes of sickness in our midst. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ചില അസുഖങ്ങളുടെ നുകത്തെ തകർക്കുന്നു. Every lung related disorder, എല്ലാ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും, any fluid collected in the lung, അതിൽ കെട്ടിക്കിടക്കുന്നതായിട്ടുള്ള നീര്, somebody in the hospital having fluid collected in the lung. ആരോ ആശുപത്രിയിൽ ഇപ്രകാരം ആ ശ്വാസകോശത്തിൽ തങ്ങിയിരിക്കുന്ന ആ നീരിന്റെ പ്രശ്നം, I pray for healing in Jesus' mighty name. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രഖ്യാപിക്കും. In Jesus' mighty name. യേശുവിന്റെ ബലമുള്ള നാമത്തിൽ Any lung related disorder, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളുടെ മേൽ I speak healing. ദൈവത്തിന്റെ സൗഖ്യം പ്രഖ്യാപിക്കും. Bowel syndrome, ബവൽ സിൻഡ്രോം, I believe the Lord is healing. കർത്താവ് സൗഖ്യമാക്കുക ഞാൻ വിശ്വസിക്കുന്നു. All digestion related issues,
എല്ലാ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ that you have carried for so many years. ഒരുപാട് വർഷങ്ങളായി നിങ്ങൾ കൊണ്ടു നടന്നത്. I sense the Lord saying, here is your breakthrough. കർത്താവ് ഇങ്ങനെ പറയുന്നത് പോലെ ഞാൻ കേൾക്കുകയാണ്, ഇതാ നിന്റെ വിടുതൽ ഇതാ ഇവിടെ തന്നെ ഉണ്ട്. I sense the Lord telling the church, here is your breakthrough, receive it. സഭയോട് കർത്താവ് ഇങ്ങനെ പറയുന്നത് പോലെ ഞാൻ കേൾക്കുകയാണ്, ഇതാ നിന്റെ വിടുതൽ ഇതാ ഇവിടെ ഉണ്ട്, നീ Here സ്വീകരിക്കുക. is your breakthrough, receive it. ഇതാ നിന്റെ വിടുതൽ ഇതാ ഇവിടെ ഉണ്ട്, നീ സ്വീകരിക്കുക. Hallelujah. വിശ്വാസത്താൽ അത് എടുത്താട്ടെ. Receive that by faith. Hallelujah. വാ കൊണ്ട് ഏറ്റു പറഞ്ഞ് Hallelujah. Your confession is important. Hallelujah. Receive it by the confession of your mouth. നിങ്ങളുടെ അധരങ്ങൾ തുറന്ന് അത് ഏറ്റു പറഞ്ഞുകൊണ്ട് സ്വീകരിച്ചാട്ടെ. By faith and by confession of your mouth, receive. Hallelujah. വിശ്വാസത്തോടെയും നിങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ടും നിങ്ങൾ അത് സ്വീകരിച്ചാട്ടെ. Receive your breakthrough. നിങ്ങളുടെ ബ്രേക്ക് ത്രൂ വിടുതൽ നിങ്ങൾ സ്വീകരിച്ചാട്ടെ. Hallelujah. Hallelujah. Don't be in the presence of God with closed lips. നിങ്ങൾ ദൈവസാന്നിധ്യത്തിലായിരിക്കുമ്പോൾ അടഞ്ഞിരിക്കുന്ന അധരങ്ങൾ കൊണ്ട് നിൽക്കരുതേ. Because when the joy of the Holy Spirit comes, കാരണം പരിശുദ്ധാത്മാവിന്റെ സന്തോഷം വരുന്നു. Hallelujah. Hallelujah. It is nothing like never before. അത് ഒരിക്കലും ഇതുവരെ അനുഭവിക്കാത്തതുപോലെ ആകും. You will speak in languages that you have not talked. നിങ്ങൾ ഇതുവരെ സംസാരിച്ച ഇല്ലാത്തതായിട്ടുള്ള ഭാഷകളിൽ നിങ്ങൾ സംസാരിക്കും. A language that does not make sense to you. ഒരുപക്ഷെ നിങ്ങൾക്ക് അത് അറിയാത്തതായിരിക്കാം. Hallelujah. Hallelujah. You will speak in languages. നിങ്ങൾ ആ ഭാഷകളിൽ സംസാരിക്കും. Your heart will overflow with joy. നിങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷത്തിന്റെ കവിഞ്ഞൊഴുക്കുണ്ടാകും. Hallelujah. Hallelujah. I want to pray for our primary senses, the eye, ears, നമ്മുടെ കണ്ണുകൾ അതോടൊപ്പം തന്നെ കാതുകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. and the mouth. അധരങ്ങൾക്കായി. You're not able to talk properly. നിങ്ങൾ ശരിയായി സംസാരിക്കാൻ കഴിയാത്ത A വ്യക്തി, mother who is worried his child is not talking properly. തന്റെ കുഞ്ഞ് ശരിയായി സംസാരിക്കുന്നില്ലല്ലോ എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന ഒരു അമ്മ, A child whose eyes are not proper. കണ്ണുകൾ ശരിയല്ലാത്ത രീതിയിലായിരിക്കുന്ന ഒരു കുഞ്ഞ്. A few years ago, there was this child who had the squint eye. അല്പ വർഷങ്ങൾക്ക് മുമ്പാകെ കോങ്കണ്ണിന്റെ ബുദ്ധിമുട്ടുള്ള ഒരു കുഞ്ഞുണ്ടായിരുന്നു. And the doctor said to the parents that you have to do a surgery. ഡോക്ടർ മാതാപിതാക്കളോട് പറഞ്ഞു ഒരു ശസ്ത്രക്രിയ അതിനായി ചെയ്യണം. And I happened to be the parents. ഞാൻ ആ മാതാപിതാക്കളെ കണ്ടപ്പോൾ And I prayed for the child. ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. The next week they came to me and say, Pastor, the doctor has said, don't need to do any surgery, just do some exercise. ആ മാതാപിതാക്കൾ വന്ന് പറയുകയുണ്ടായി, അടുത്ത ആഴ്ച അതായത് ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല എന്ന് ഡോക്ടർ ഇപ്പോൾ പറയുന്നു, ചില എക്സസൈസ് ചെയ്താൽ മതി എന്ന് പറയുകയാണ്. You can receive your breakthrough. നിങ്ങളുടെ ആ വിടുതൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്വീകരിക്കാൻ കഴിയും. Hallelujah. 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 Every eye problem, the Lord is healing right now. എല്ലാ കണ്ണിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും കർത്താവ് സൗഖ്യമാക്കും. Every ear hearing problem, I sense the Lord opening ears. എല്ലാ കേൾവി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഞാൻ കേൾക്കുന്നത് കർത്താവ് ചെവികളെ തുറക്കുകയാണ്. Every talking issue, I sense let it be loose, the tongue be loose in Jesus' name. എല്ലാ സംസാരിക്കുന്നതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും നാവ് അങ്ങനെ അഴിഞ്ഞ് അത് ശക്തമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. Lord, I rebuke every demonic spirit of doubt and unbelief that is operating in this place. കർത്താവെ, ഇവിടെ വ്യാപരിക്കുന്നതായിട്ടുള്ള എല്ലാ പൈശാചിക ശക്തികളും അത് സംശയം കൊണ്ടുവരുന്ന അവിശ്വാസം കൊണ്ടുവരുന്ന എല്ലാ പൈശാചിക ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. Every demonic spirit of fatigue and tiredness, എല്ലാ ക്ഷീണത്തിൻ്റെതായിട്ടുള്ള ഒരു വലിയ ബുദ്ധിമുട്ട് കൊണ്ടുവരുന്നതായിട്ടുള്ള എല്ലാ പൈശാചിക ശക്തികളെയും I rebuke you. You cannot operate in this place. ഞാൻ നിങ്ങളെ ശാസിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. Hallelujah. Hallelujah. Lord, we minister the healing into this place. ഇവിടെ ദൈവത്തിൻ്റെതായിട്ടുള്ള സൗഖ്യം ഞങ്ങൾ ശുശ്രൂഷിക്കുന്നു. We declare health and wellness into the house of God. ദൈവ ഭവനത്തിൽ ആരോഗ്യവും പുഷ്ടിയും ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. Hallelujah. Hallelujah. Health and wellness in the house of God. ദൈവ ഭവനത്തിൽ ആരോഗ്യവും പുഷ്ടിയും ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. Some of you are having a spirit of there is a spirit of death tormenting you. You're constantly thinking about death. നിങ്ങളിൽ ചിലരെ അവിടെ മരണത്തിൻ്റെതായിട്ടുള്ള ഒരു ഭീതി അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നു. I sense the Lord say, take the shield of faith.
എന്നാൽ തിരുവചനം പറയുകയാണ്, അല്ലെങ്കിൽ ദൈവം ഇങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കുകയാണ്, നീ വിശ്വാസത്തിന്റെ പരിചയം എടുത്തുകൊള്ളുക. And faith that comes from the word of God. അത് ദൈവവചനത്താൽ കടന്നു വരുന്ന വിശ്വാസം. Hallelujah. Hallelujah. Constant accidents. I want to break that from the house of God. നിരന്തരമായിട്ടുള്ള ആക്സിഡന്റുകൾ യേശുവിന്റെ നാമത്തിൽ അത് ഞാൻ തകർക്കുന്നു. Hallelujah. Hallelujah. I want you to receive that. Hallelujah. നിങ്ങൾ അത് സ്വീകരിച്ചാട്ടെ. If you are having constant accidents, നിരന്തരമായ ആക്സിഡന്റുകൾ നിങ്ങൾക്ക് സംഭവിക്കുന്നെങ്കിൽ, patterns of accidents, അങ്ങനെ ആക്സിഡന്റുകളായിട്ടുള്ള ഒരു രീതി, I rebuke that in Jesus' mighty name. യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ തകർക്കുന്നു, ശാസിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Thank you, Lord. നന്ദി കർത്താവേ. Thank you, Jesus. നന്ദി യേശു. You may be seated. നിങ്ങൾ ഇരുന്നാട്ടെ. Some of us, we don't have a culture of joy. നമ്മളിൽ ചിലർക്ക് സന്തോഷത്തിന്റെ ഒരു സംസ്കാരമില്ല. Maybe in our house everything was very sedate. എന്നാൽ ഒരു പക്ഷേ നമ്മുടെ ഭവനങ്ങളിൽ എല്ലാ കാര്യങ്ങളും ഒരു മന്ദമായ രീതിയിലായിരിക്കാം. Many years ago when I was in Tamil Nadu, അനേക വർഷങ്ങൾക്ക് മുമ്പാകെ ഞാൻ തമിഴ്നാട്ടിലായിരുന്നപ്പോൾ I went to see a movie. ഞാനൊരു ചലച്ചിത്രം കാണാനായിട്ട് പോയി. And I was in my college years. ഞാൻ എൻ്റെ കോളേജിൽ പഠിക്കുന്ന സമയത്ത്. And it was this Rajinikanth movie. അത് രജനീകാന്തിൻ്റെതായിട്ടുള്ള പടമായിരുന്നു. And you know, he is there adored. So when this person comes to the screen, there was this Amachi who was standing there, who was sitting there, who threw the garland into the screen and was shouting. അപ്പോൾ അദ്ദേഹം സ്ക്രീനിൽ വരുമ്പോഴത്തേക്കും അമ്മച്ചി ഇവിടെ ഒരു പൂമാല എറിഞ്ഞ ഭയങ്കര സന്തോഷമായിരുന്നു. And there was, you know, the whole theater was like, you know, clapping and rejoicing. ആ തിയേറ്റർ മുഴുവൻ വലിയ സന്തോഷവും കരമടിയും ഒക്കെ ആയിരുന്നു. And I was like in this different, what are these, why are these guys so crazy? അപ്പം ഞാൻ ചിന്തിക്കുകയാണ്, എന്താ ഇവർക്ക് ഇത്രയും സന്തോഷം? I'm thinking I'm more handsome than him. ഞാൻ ചിന്തിക്കുകയാണ്, അദ്ദേഹത്തെക്കാൾ സൗന്ദര്യം എനിക്കുണ്ടല്ലോ. To be very honest. I'm thinking, why is this guy so, you know, so much of rejoicing? ഞാൻ ചിന്തിക്കുകയാണ്, ഇവർക്ക് എന്താ ഇത്ര ഒരു വലിയ താല്പര്യവും സന്തോഷവും? But yet when the King of Kings comes, എന്നാൽ രാജാധിരാജൻ വരുമ്പോൾ, when the Lord of Lords comes, കർത്താധി കർത്തൻ വരുമ്പോൾ, when God sends His Holy Spirit, ദൈവം പരിശുദ്ധാത്മാവിനെ അയക്കുമ്പോൾ, the church is like such a mute church. സഭ പലപ്പോഴും ശബ്ദമില്ലാത്തൊരു സഭയാണ്. I'm not talking about you, I'm talking in general. ഞാൻ നിങ്ങളെ കുറിച്ചല്ല പറഞ്ഞു, ഞാൻ പൊതുവായി പറയുക. I want, you know, that culture has to change. ആ സംസ്കാരം മാറേണ്ടിയിരിക്കുന്നു. Because when we understand the reality of who He is, ദൈവം ആരാകുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുമ്പോൾ, how can we close our mouth? എങ്ങനെ നമ്മുടെ അധരങ്ങളെ നമുക്ക് അടച്ചു വെച്ചിരിക്കുവാൻ കഴിയും? How can we not bow down? I know sometimes there is a health is a reality. എങ്ങനെ നമുക്ക് കുമ്പിടാതിരിക്കുവാൻ കഴിയും? ചിലപ്പോൾ ആരോഗ്യത്തിന്റെ കാര്യങ്ങളുണ്ടെന്ന് നമുക്കറിയാം. When we are worshiping, what happened in the theater was actually worship. When we are here in worshiping God, തിയേറ്ററിൽ എന്താ സംഭവിക്കുന്നത്? അങ്ങ് ആരാധനയാ സംഭവിക്കുന്നത് ആ വ്യക്തിയോട്. എന്നാൽ നാം എന്താണ് ഇവിടെ ചെയ്യുന്നത്? നാം ദൈവത്തെ ആരാധിക്കുകയാണ്. we are often not there, you know, we don't have the reality of who God is. നാം അവിടെ അല്ലാത്തത് കൊണ്ട് നമുക്ക് ദൈവം ആരാണെന്നുള്ള യാഥാർത്ഥ്യം പലപ്പോഴുമില്ല. The Bible says that the heavens cannot contain Him. തിരുവചനം പറയുന്നത് സ്വർഗ്ഗത്തിന് ഈ ദൈവത്തെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. The earth is His footstool. ഈ ഭൂമി എന്ന് പറയുന്നത് ഈ ദൈവത്തിന്റെ പാദപീഠമാകും. The other day I kicked a football, you know, so a long time I was playing with my son and my ankle was a bit swollen. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഫുട്ബോൾ ഞാനൊന്ന് ചവിട്ടിയപ്പോഴത്തേക്കും എൻ്റെ കാലിച്ചിരി നീര് വരാൻ തുടങ്ങി. But for God, the earth is His footstool, which means the earth is like a football for Him. എന്നാൽ ദൈവത്തിന് ഈ ഭൂമി എന്ന് പറയുന്ന പാദപീഠം പോലാണ്, ഫുട്ബോൾ പോലാണ്. Hallelujah. Hallelujah. That is who God is. അതാകുന്നു ദൈവം എന്ന് പറയുന്നത്. Yet when Elijah, the Bible says he came in the gentlest of whisper. എന്നാൽ ഏലിയാവിന്റെ അടുക്കലേക്ക് ദൈവം ഏറ്റവും നിർമ്മലമായും മൃദുവായും ഒരു സ്വരമുള്ള ദൈവമായി വന്നു എന്നുള്ളത്. And so when we are in the presence of God, especially as a corporate body, അതുകൊണ്ട് നാം ഒന്നിച്ച് ദൈവ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ, hallelujah, Hallelujah. we have to, you know, we have to express in a way that who God is, not what actually how we are. നാം ആരായിരിക്കുന്നുവോ അതിനനുസരിച്ച് നാം നമ്മുടെ സന്തോഷം പ്രകടിപ്പിക്കേണ്ടതുണ്ട്. You know, worship is expressing in the way that who God is, not based on what we are. അപ്പോൾ ആരാധന എന്താണ്? ദൈവം ആരാകുന്നു എന്നുള്ളതിനനുസരിച്ച് നാം നമ്മുടെ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ നാം പ്രകടിപ്പിക്കുകയാണ്. Okay, I just deviated from my topic. Joy prepares us for the day of testing. ഈ സന്തോഷം എന്ന് പറയുന്നത് ശോധനയുടെ ദിവസത്തിലേക്ക് നമ്മെ ഒരുക്കുന്നു. The other day I was talking to a dear pastor. അടുത്ത ദിവസം ഞാനൊരു സുഹൃത്തായിരിക്കുന്ന പാസ്റ്ററിനോട് സംസാരിക്കുകയാണ്. No, I was taking a pastor's training for a few pastors who came
came down to Trivandrum. ട്രിവാൻഡ്രത്തേക്ക് വന്ന കുറച്ച് പാസ്റ്റേഴ്സിന് ഒരു ട്രെയിനിങ് സെഷൻ എടുക്കുകയായിരുന്നു ഞാൻ. And in that pastors, there were almost 10 to 12 pastors. അവിടെ 10-12 പാസ്റ്റർമാരുണ്ടായിരുന്നു. And in one pastor was a blind pastor. അതിൽ ഒരു വ്യക്തിക്ക് കാണുവാൻ കഴിയുകയില്ല. In a way, it is good. He doesn't have to see everything. ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്, അദ്ദേഹത്തിന് എല്ലാം ഒന്നും കാണേണ്ട ആവശ്യമില്ല. But when the worship was going on, he was sitting back and he was just smiling and he was not able to open his eyes because he was blind. എന്നാൽ ആരാധന നടക്കുന്ന സമയത്ത് അദ്ദേഹം പുറകിൽ നിന്ന് അങ്ങനെ ചിരിക്കുകയാണ്, അദ്ദേഹത്തിന് കാണാനൊന്നും കഴിയുന്നില്ല. And when I was preaching, he was receiving the word. ഞാൻ പ്രസംഗിക്കുമ്പോഴും അദ്ദേഹം വചനം കേൾക്കുകയാണ്. And there was one pastor who was among them who probably was feeling sleepy, who wanted to end the session as soon as possible. എന്നാൽ അതിനകത്തുള്ള മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇച്ചിരി ഉറക്കമുള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതി എന്നായിരുന്നു. But this pastor was so hungry. എന്നാൽ ഈ വ്യക്തിയാണെങ്കിലോ വളരെ വിശപ്പുള്ള ഒരു വ്യക്തിയായിരുന്നു. And in his face was so much of joy. തന്റെ മുഖത്ത് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. And he was sitting back, but when the time of ministering came, he was speaking in tongues and there was a move of the Holy Spirit through him. താൻ പുറകിൽ നിൽക്കുകയായിരുന്നു, എന്നാൽ ആ മിനിസ്റ്ററിംഗിന്റെ സമയം വന്നപ്പോഴത്തേക്കും താൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയും തന്നിലൂടെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ചലനമുണ്ടായിരുന്നു. When he began to pray, I just sensed the whole place was beginning to tremble. അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആ സ്ഥലം മുഴുവൻ കുലുങ്ങുന്നത് പോലെ എനിക്ക് തോന്നി. Hallelujah. 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 You need the power of the Holy Spirit. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമാണ്. One of the main problem of the church is we like dignified worship. സഭയുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഏറ്റവും യോഗ്യമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ ബഹുമാനമുള്ള രീതിയിലുള്ള ആരാധനയൊക്കെ നമുക്ക് ഇഷ്ടം. I am BCom first class. ഞാൻ BCom ഫസ്റ്റ് ക്ലാസ് ആണ്. Not in reality. യഥാർത്ഥത്തിലല്ല. So we are thinking that because I'm BCom first class, I need to worship God in a particular way. ഞാൻ BCom ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് അതിന്റെ ആ ഒരു രീതിയിൽ വേണം ദൈവത്തെ ആരാധിക്കാൻ. But when it comes to God, if you are pre-degree fail, is better because then we don't have anything to stand before God. We'll just worship God as how He is. എന്നാൽ ദൈവത്തെ സംബന്ധിച്ച് ദൈവം ആരാകുന്നുവോ അതുപോലെ ആരാധിക്കാനായിട്ട് ഏത് ഡിഗ്രിയാണ് നിങ്ങൾക്ക് ഉള്ളത് ഇല്ലാത്തതൊന്നും വിഷയമല്ല. There is a joy that we get when we go for all out worship. നാം പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിച്ച് ആരാധിക്കുമ്പോൾ ലഭിക്കുന്നതായിട്ടുള്ള ഒരു ദൈവത്തിന്റെ സന്തോഷമുണ്ട്. In that you don't even need senses, you don't even need sight. അവിടെ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള കാഴ്ചയോ ഇന്ദ്രിയങ്ങളോ ഒന്നും വേണമെന്നില്ല. I'm running out of time. Proverbs 24 verse 10 says, if you faint in the day of adversity, your strength is small. അവിടെ സദൃശവാക്യങ്ങൾ 24-ൻ്റെതായിട്ടുള്ള 10-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാകുന്നു: കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. My brethren, count it all joy when you fall into various trials, knowing the testing of your faith produces patience. James 1 verse 2 to 3. യാക്കോബിൻ്റെതായിട്ടുള്ള 1-ാം അധ്യായത്തിന്റെ 2ഉം 3ഉം വാക്യങ്ങൾ നാം നോക്കുമ്പോൾ നാം കാണുന്നത് ഇങ്ങനെയാണ്: സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ. Trials don't book appointments, they show up suddenly. പരീക്ഷകൾ എന്ന് പറയുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തല്ല വരുന്നത്, അത് പെട്ടെന്നാണ് വരുന്നത്. If joy is strength, then without it we are weak. സന്തോഷം നമ്മുടേതായിട്ടുള്ള ഒരു കരുത്താകുന്നുവെങ്കിൽ അതില്ല എങ്കിൽ നാം ബലഹീനരാകുന്നു. Say, if joy is strength, അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ, സന്തോഷം നമുക്ക് കരുത്താണെങ്കിൽ then without it we are weak. അതില്ല എങ്കിൽ നാം ബലഹീനരാകുന്നു. Hallelujah. 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 I want to say joy is strength. സന്തോഷം എന്ന് പറയുന്നത് വലിയ ബലമാകുന്നു. Years ago when I went through a difficult situation, വർഷങ്ങൾക്ക് മുമ്പാകെ ഞാൻ ഒരു പ്രയാസമുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോയപ്പോൾ, on that day morning I didn't know that was going to happen. ആ ദിവസം രാവിലെ എനിക്ക് അറിയുകയില്ലായിരുന്നു അങ്ങനെ ഒരു സാഹചര്യം നടക്കുമെന്നുള്ളത്. But in my prayer time I sensed a word of God that came into my heart and was preparing me for something. എന്നാൽ എൻ്റെ പ്രാർത്ഥനാ സമയത്ത് തിരുവചനം എൻ്റെ അകത്തേക്ക് വരികയും എന്തിനോ എന്നെ ഒരുക്കുന്നത് പോലെ എനിക്ക് തോന്നുകയും ചെയ്തു. Through the storm that word was ministering to me. ആ കൊടുങ്കാറ്റിലൂടെ എല്ലാം ആ വചനം എന്നോട് ഇടപെട്ടുകൊണ്ടേയിരുന്നു. Pain, but there was also a joy. വേദനയുണ്ട്, എന്നാൽ അതിന്റെ മധ്യേ സന്തോഷവുമുണ്ട്. A joy that came from the presence of God. അത് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് വന്നിരിക്കുന്ന സന്തോഷമാണ്. Nehemiah 8 verse 10. നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 10-ാമത്തെ വാക്യം പറയുന്നത്, Let's read in Malayalam. നമുക്ക് അത് മലയാളത്തിൽ വായിക്കാം. അനന്തരം അവർ അവരോട്, നിങ്ങൾ ചെന്ന് മൃഷ്ടാന്ന ഭോജനവും മധുരപാനീയവും കഴിച്ച് തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്തയപ്പിൻ. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു.
നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. Hallelujah. 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 The joy is not a soft feeling. ഈ സന്തോഷം എന്ന് പറയുന്നത് വളരെ മൃദുവായിട്ടുള്ള ഒരു തോന്നലല്ല. Hallelujah. Joy is strength. സന്തോഷം എന്ന് പറയുന്നത് ബലമാകുന്നു. Now, adversity will reveal whether the joy is real or fake. പ്രശ്നങ്ങൾ വെളിപ്പെടുത്തുന്നത് എന്താണ്, ഈ സന്തോഷം യഥാർത്ഥമാണോ അല്ലയോ എന്നുള്ളത്. If you faint in the day of adversity, your strength is small. നിങ്ങൾ ആ കഷ്ടകാലത്ത് നിങ്ങൾ കുഴഞ്ഞു പോയാൽ നിങ്ങളുടെ ബലം ഇല്ലല്ലോ, അല്ലെങ്കിൽ ബലഹീനരാണല്ലോ എന്ന് പറയുന്നു. We fail because we did not carry joy in our heart. നാം തകർന്നു പോകുന്നത്, തോറ്റു പോകുന്നത് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ദൈവത്തിന്റെ സന്തോഷമില്ലാത്തത് കൊണ്ട്. Hallelujah. Hallelujah. Sometimes we are like a touch me not. ചില സമയത്ത് നമ്മൾ തൊട്ടാവാടികളാണ്. Small incidents come that we lose our joy. ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും സന്തോഷം പോവുകയാണ്. A couple of months ago, that I was going to, I had gone for a deliverance ministry in a different town, and I came back to my hometown. My car hit a bike. അല്പ മാസങ്ങൾക്ക് മുമ്പാകെ ഞാനൊരു വിടുതൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി മറ്റൊരു പട്ടണത്തിൽ പോവുകയും തിരിച്ച് ഞാൻ എൻ്റെ ഇവിടെ വന്നപ്പോഴത്തേക്കും എൻ്റെ കാർ ഒരു ബൈക്കിൽ തട്ടി. And I felt violated because because the bike guy just left like that, having struck down my car. എനിക്ക് അതൊരു നീരസം ഉണ്ടാക്കി, കാരണം എന്നെ അത് തട്ടിയിട്ട് ആ ബൈക്ക് അങ്ങ് പെട്ടെന്ന് ഓടിച്ചു പോയി. And but I just sensed the Lord, I'm not going to trade my joy for my car. എന്നാൽ ഞാൻ അവിടെ ദൈവത്തിൻ്റെതായിട്ടുള്ള സഹായം എനിക്ക് മനസ്സിലായത്, ഞാൻ അവിടെ തീരുമാനിക്കുകയാണ്, ഈ ഒരു കാര്യത്തിന് വേണ്ടി എന്റെ സന്തോഷം ഞാൻ വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുന്നില്ല. Because I like my car, seeing that pain, that scratch, it pained me. എന്റെ കാർ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് അതിന്റെ മുകളിലുള്ള പോറൽ എനിക്ക് വേദന ഉണ്ടാക്കി. But there was the joy of obeying what God told me. എന്നാൽ ദൈവം പറഞ്ഞത് അനുസരിക്കുന്നതിൻ്റെതായിട്ടൊരു സന്തോഷം ഉണ്ടായിരുന്നു. But when then after a few weeks, I took the car for a car wash. എന്നാൽ ഞാൻ അതിനുശേഷം അല്പ ആഴ്ചകൾക്ക് ശേഷം ആ കാർ കഴുകാനായി കൊണ്ടുപോയി. And I put it there, and that car and the technician there said, when I came back, he said, "Sir, there was a scratch there. I did something, he put something and the scratch is gone." അപ്പോൾ ആ ടെക്നീഷ്യൻ പറഞ്ഞു, ഇങ്ങനെ സാർ അവിടെ ചെറിയൊരു പോറലുണ്ടായിരുന്നു, ഞാൻ എന്തോ ചെയ്തപ്പം അതങ്ങ് പോയി. Hallelujah. Hallelujah. And I looked at it with my glasses on, but removed it, and didn't see any scratch. അപ്പം ഞാൻ കണ്ണാടി വെച്ചും വെക്കാതെ ഒക്കെ നോക്കിയിട്ടും ആ പോറൽ അവിടെ കണ്ടില്ല. Hallelujah. 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 That is why we should not trade joy. നമ്മുടെ സന്തോഷത്തെ നമ്മൾ വിട്ടുകൊടുക്കരുത്. The other day I was coming for the OGIM shoot. കഴിഞ്ഞ ദിവസം ഞാൻ OGIM ഷൂട്ടിന് വേണ്ടി വരികയായിരുന്നു. And it was about I was prepared a message about mistakes. തെറ്റുകളെ കുറിച്ചുള്ള ഒരു മെസ്സേജ് ആയിരുന്നു ചെയ്തത്. And I went to trim my beard on that day morning. അന്ന് രാവിലെ ഞാൻ എൻ്റെ താടി ഷേവ് ചെയ്യാൻ നേരം The settings of my trimmer was wrong. I get it messed up. അപ്പം അതിന്റെ സെറ്റിംഗ് ഇച്ചിരി മാറി കിടക്കുകയായിരുന്നു. And I put it here. This whole part has gone. ഞാനത് ഇവിടെ വെച്ചപ്പോഴത്തേക്കും ആ മൊത്തം സ്ഥലം അങ്ങ് പോയി. And I was getting frustrated a bit. അപ്പം ഞാൻ ആ കാര്യത്തിൽ ഇച്ചിരി പ്രയാസം തോന്നി. And then I called Appu and said that can we postpone the shoot to next week? അപ്പം ഞാൻ അപ്പുനെ വിളിച്ചു പറഞ്ഞു, അപ്പു നമുക്ക് ഷൂട്ട് ഒന്ന് മാറ്റിയാലോ അടുത്ത ആഴ്ചയിലേക്ക്. I didn't tell him the reason. ഞാൻ കാരണം പറഞ്ഞില്ല. Then I suddenly felt that message of mistake speaking to me first. അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു, ആ മിസ്റ്റേക്കിനെ കുറിച്ച്, തെറ്റുകളെ കുറിച്ചുള്ള ദൂത് ആദ്യം എന്നോട് ഇടപെടുകയാണ്. I said, Lord, I'm not going to lose my joy over this. ഞാൻ തീരുമാനിച്ചു, കർത്താവേ, ഇതിൽ ഞാൻ എന്റെ സന്തോഷത്തെ വിട്ടുകൊടുക്കുകയില്ല. Beard or no beard, praise the Lord. താടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. The joy depends on the choices that we make every day. സന്തോഷം എന്ന് പറയുന്നത് നാം ഓരോ ദിവസം എടുക്കുന്ന തീരുമാനങ്ങളിൽ ആസ്പദമാണ്. Hallelujah. Hallelujah. I want to say God is good. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നല്ല ദൈവമാണ്. Regardless of the circumstances that we go through. നാം ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും ശരി. Hallelujah. 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 Do you know that the devil was mocking at God for 4,000 years? The other day I was reading. നിങ്ങൾക്ക് അറിയാമോ, അതായത് പിശാച് ഈ ദൈവത്തെ 4000 വർഷത്തോളമായിട്ട് പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. Because he said that the seed of the woman will strike you. കാരണം സ്ത്രീയുടെ സന്തതി നിന്നെ തല തകർക്കുമെന്നുള്ള ആ ഒരു വാക്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ. And for 4,000 years he was destroying the whole world. He was destroying humanity, mocking at God. Where is that man? അപ്പോൾ 4000 വർഷത്തോളം ഈ മനുഷ്യരാശിയെ തന്നെ ഉപദ്രവിച്ച ദൈവത്തെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ ആ മനുഷ്യൻ? Finally, after 4,000 years, he was Jesus on the cross. Hallelujah, the wisdom of God. അപ്പോൾ അങ്ങനെ 4000 വർഷങ്ങൾക്ക് ശേഷം യേശു എന്ന് പറയുന്ന ആ
ദൈവം ക്രൂശന്മേൽ ദൈവത്തിന്റെ ജ്ഞാനമായി വെളിപ്പെട്ടു. Hallelujah. Hallelujah. What a great God we have. എത്ര വലിയ ദൈവം നമുക്കുണ്ട്. We have no choice other than to be joyful in the house of God. നമുക്ക് ദൈവഭവനത്തിലായിരിക്കുമ്പോൾ സന്തോഷിക്കാനല്ലാതെ മറ്റ് യാതൊരു അവസരവുമില്ല. Can we all rise up? നമുക്ക് എഴുന്നേൽക്കാം. Can we all just sing and make merry in the house of God? നമുക്ക് ദൈവഭവനത്തിൽ സന്തോഷത്തോടുകൂടി ആയിരിക്കാൻ കഴിയുമോ? You know, even if the chairs are moving, I know it might be a problem for the facility team. I will answer them. It's okay. I want the house of God to make merry. കസേര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീന്തി കഴിഞ്ഞാൽ ഫെസിലിറ്റി ടീമിന് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഞാൻ അവരോട് അത് ഞാൻ പറഞ്ഞോളാം. പക്ഷെ നമുക്കിന്ന് സന്തോഷിക്കാം. Hallelujah. Hallelujah. You have every freedom. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. You should not look whether that is the culture. നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യേണ്ട ഇതാണോ സംസ്കാരം എന്നൊക്കെ. Leave behind that education, the dignity, the job that you have. നിങ്ങളുടെ ആ പഠനം, നിങ്ങളുടെ ജോലി, നിങ്ങൾ ചിന്തിക്കുന്നതായിട്ടുള്ള ആ ബഹുമാനം അതെല്ലാം അങ്ങ് മാറ്റിവെച്ച And just come before the Lord as a son. ഒരു പുത്രിയായി ദൈവമുമ്പാകെ വന്നാണ്. And enjoy the presence of God. അങ്ങനെ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ ആസ്വദിച്ചാൽ. Hallelujah. Hallelujah. I want to say that your breakthrough is in the joy that you carry. നിങ്ങൾക്കുള്ള ആ സന്തോഷത്തിലാണ് നിങ്ങളുടെ ബ്രേക്ക് ത്രൂ ആയിരിക്കുന്നത്. Hallelujah. Hallelujah. Look at the person next to you. Every muscle ഒക്കെ ഒന്ന് വിട്ടേന്ന് പറഞ്ഞു. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ, മസിൽ വിടാൻ പറഞ്ഞാട്ടെ. Hallelujah. മസ്ജിദ് ഒന്ന് വിട്ട് ദൈവം ഇവിടെ ഉണ്ട്. Hallelujah. മസിൽ വിട്ട് ദൈവം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. Hallelujah. Hallelujah. I want to, worship team, just take us to a song and we just want to sing and worship the Lord. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. കുഞ്ഞാടിന്റെ വിലയേറിയ നീണത്തിൽ, കുഞ്ഞാടിന്റെ വിലയേറിയ നീണത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാര
many of you are happy that Jesus Christ is alive? യേശുക്രിസ്തു ജീവനോടായിരിക്കുന്നുള്ള എത്ര Hallelujah. സന്തോഷത്തോടെയായിരിക്കും? How many of you are happy that He is coming back soon? യേശുക്രിസ്തു മടങ്ങി വരുന്നത് ആലോചിക്കുമ്പോൾ എത്ര പേര് സന്തോഷത്തോടായിരിക്കുന്നു? How many of you are happy that one day is coming when every sorrow, everything, every suffering is putting a full stop to it? യേശുക്രിസ്തു സകല വിഷമങ്ങൾക്കും അന്ത്യം കുറിച്ചുകൊണ്ട് ഒരു നാൾ വരാൻ പോവുകയാണ്. How many of you are happy that He's going to put the devil forever and ever bound? എന്നേക്കുമായിട്ട് പിശാചിനെ യേശുക്രിസ്തു നശിപ്പിക്കാൻ പോവുകയാണ്. No more temptations. ഇനി പിന്നെ പ്രലോഭനങ്ങളില്ല. No more deaths. അതിനുശേഷം മരണമില്ല. He's coming back soon. യേശുക്രിസ്തു വേഗം വരുന്നു. Father, we thank you, Lord. പിതാവേ, ഞങ്ങൾ നന്ദി പറയുന്നു. Lord, fill us and keep filling us with the joy of the Holy Spirit. ഞങ്ങളെ പരിശുദ്ധാത്മ സന്തോഷത്താൽ നിറച്ചുകൊണ്ടേയിരിക്കണം. Oh, that is our strength, oh God. അത് ഞങ്ങളുടെ ബലമാകുന്നു. Thank you, Father, for sending the Holy Spirit in our midst today. നന്ദി പിതാവേ, പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മധ്യ അയച്ചതിനായി. Thank you, Father. നന്ദി പിതാവേ. Let us lead a joy-filled, Holy Spirit-filled life. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ സന്തോഷത്തിന്റെ പരിപൂർണതയിൽ ഞങ്ങൾ ജീവിക്കും. In Jesus' name I pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.